ഹിന്ദുപൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ദിൽദാർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ഒരു ബീഫ് ബിരിയാണിക്ക് ഇവിടെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡായിട്ടാണ് എനിക്ക് ഫീലിംഗ് ചെയ്തത്. ഈ കാണുന്ന സാധനമാണ് പായ അഥവാ ആടിൻ്റെ വിവിധ തരം പാർട്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഭവം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 70 രൂപയാണ് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബിരിയാണിയുടെ കൂടെ ഒരു പായയും ഓർഡറാക്കി. അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. വളരെ രുചികരമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇതൊക്കെ അതിൽ നിന്നും കഴിച്ച് ബാലൻസ് വന്ന വേസ്റ്റുകളാണ്, എല്ലിൻ കഷ്ണങ്ങളാണ്. പിന്നീട് നമ്മൾ മനോഹരമായിട്ടുള്ള ഇതുപോലത്തെ ഒരു തടാകം ആദ്യം നമ്മൾ കാണിച്ചിരുന്നല്ലോ, ആ ഒരു തടാകത്തിൻ്റെ ഒരു ഭാഗത്തേക്കാണ് അലക്കാനായിട്ട് വന്നിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വളരെയധികം രസകരമായിട്ടാണ് അലക്കലും കുളിയുമൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്തത്. ഈ വെള്ളക്കെട്ടിൽ ഒരുപാട് മീനുകളെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വണ്ടിയിൽ വെള്ളം ശേഖരിച്ച് വെക്കാറാണ് പതിവ്, അത് ഉപയോഗിച്ച് കുളിക്കാറൊക്കെയാണ് പതിവ്. ഇതുപോലത്തെ സ്പേസസ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ തേടി നടക്കുന്നത് യാത്രയിൽ നല്ലതല്ല, അത് നമ്മുടെ ടൈം വെറുതെ കളയും എന്നുള്ളതാണ്. ഫാമിലിയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ 20 ലിറ്ററിൻ്റെ വലിയ ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാൻ കരുതുകയാണ് എങ്കിൽ നമുക്ക് പലയിടങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന വണ്ടികൾ കാണാൻ സാധിക്കും. അതിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപ മുതൽ 20 രൂപ വരെയുള്ള ഇടക്കെട്ടിൽ നമുക്ക് വെള്ളം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാവിലത്തെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ സുഖകരമായി നടക്കും. വെള്ളം തേടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും എല്ലാ പ്രദേശങ്ങളിലും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്ന കുറച്ച് സുഹൃത്തുക്കളാണ്, അവരുമായിട്ടൊരു സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ടൗണിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതുപോലെ സെൻറ്ററിലൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇട്ടാലുള്ള ഒരു രസകരമായിട്ടുള്ള അനുഭവമാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നത്. ഇവിടങ്ങളിലൊന്നും തന്നെ ആ വക പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ നമ്മുടെ രീതി എന്താണോ, നമുക്ക് ആവശ്യം എന്താണോ അതുപോലെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാം എന്നുള്ളതാണ്. കറക്റ്റ് ഷെഡ്യൂളായിട്ട് ഡ്രൈവിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. വെറുതെ ഓവറായിട്ട് ഓൺ അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന പ്രവണതയൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓൺ അടിച്ച് വരുന്ന വണ്ടികളൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടുപോകുന്നുണ്ട് എന്നുള്ളതും ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അതുപോലെ തന്നെ പോലീസുകാരൊക്കെ വെറുതെ സൈനിങ് അലാറം ഇട്ടിട്ട്, ആംബുലൻസൊക്കെ വെറുതെ സൈനിങ് അലാറം ഇട്ടിട്ട് ഈ ടൗണിൽ നിന്ന് കുറച്ചുണ്ട് അലാറം ഇടും, പിന്നെ അവർ ആ അലാറം ഓഫാക്കിയിട്ട് പതുക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹിന്ദുപൂരിൻ്റെ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ കർണാടക ബസ്സുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സുകളും RTC ബസ്സുകളും എല്ലാം തന്നെ ഇടകലർന്നിട്ടുള്ള ഒറ്റ സ്റ്റാൻഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റുപാടും ചെറിയ ചെറിയ കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കടകളിലുമുള്ള പ്രത്യേകത, കട കാലിയാക്കിയിട്ട് പുറത്തേക്ക് സാധനങ്ങളൊക്കെ തന്നെ വലിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലത്തെ കച്ചവട രീതി എന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ചന്തയെപ്പോലെയാണ് ഓരോ കടകളിലെയും കച്ചവട രീതികളൊക്കെ കാണുന്നത്. പിന്നെ ഒരുപാട് വില പേശുന്ന രീതികളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ മനോഹരമായിട്ടുള്ളൊരു വൃക്ഷം കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കൊടും വെയിലിൽ ആ വൃക്ഷത്തിൻ്റെ താഴെ നിന്നും കിട്ടിയ ആ ഒരു തണല് വേറെ തന്നെ രസകരമായിരുന്നു എന്നുള്ളതാണ്. ഹിന്ദുപൂർ കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ ബാംഗ്ലൂർ ടച്ച് ഇവിടെ വലുതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകതയാണ്. ഫുഡിലായിക്കോട്ടെ, കൾച്ചറിലായിക്കോട്ടെ, എല്ലാം കൊണ്ടും